ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു റിയൽ ഗെയിമിംഗ്. അപ്പോൾ നമ്മളിന്ന് പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന നമ്മൾ എല്ലാ സൺഡേയിലും കണ്ടൻറ്റഡ് വീഡിയോ ഇടുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കണ്ടൻറ്റ് മേക്ക് എ ഹൗസ് ഇൻ തെറ്റിപ്പോയി മേക്ക് എ ഹൗസ് വിത്ത് പ്ലാങ്ക് ഇൻ സർവൈവൽ. നമ്മൾ പുതിയൊരു വേൾഡ് ഉണ്ടാക്കി സർവൈവലിൽ പ്ലാങ്കും വെച്ച് വീടുണ്ടാക്കുന്നത്. അത് കാണിക്കാനാണ് ഗൈസ് നമ്മളിന്ന് പോകുന്നത്. ഗൈസ്, നമുക്ക് നേരെ പുതിയൊരു വേൾഡ് ഉണ്ടാക്കാം ഗൈസ്. ഗൈസ്, നമ്മൾ സർവൈവൽ സെലക്ട് ചെയ്തു. പേര് നമുക്ക് നമ്മുടെ ചാനലിൻ്റെ പേര് തന്നെ കൊടുക്കാം ഗൈസ്. എൻ്റെ പേര് കൂടെ കൊടുക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ ഇത്രേ ഉള്ളൂ ഗൈസ്. കോർഡിനേറ്റ്സ് സെലക്ട് ചെയ്യണം ഗൈസ്. കോർഡിനേറ്റ്സ് ഓണാക്കി നമ്മൾ ക്രിയേറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പുതിയ വേൾഡിലോട്ട് ലോഗിൻ ആവുകയാണ് ഗൈസ്. പിന്നെ ഒരു കാര്യം പറയാം, നമ്മൾ ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇന്ത്യൻ ബൈക്ക് റൈഡിങ് 3Dയുടെ കാർ റൈഡോ അല്ലെങ്കിൽ കണ്ടൻറ്റ് കിട്ടിയ കണ്ടൻറ്റായിട്ട് ചെയ്യുന്നതാണ്. ഷോർട്സ് മാത്രം, ഫ്രീ ഫയറും. പിന്നെ നമ്മൾ സൺഡേയിലൊക്കെ ഇതും പിന്നെ കണ്ടൻറ്റ് വീഡിയോസ്, ലോങ് വീഡിയോസൊക്കെ ആയിരിക്കും. സൺഡേ നമ്മൾ 3 ദിവസമായിട്ട് ഇടാത്തതെല്ലാം ഞാൻ ഇന്ന് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഇടാൻ മറന്നു പോയതാണ് ഗൈസ്. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു വീഡിയോ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ചെയ്ത് ഡബിൾ പ്ലെയർ ക്രാഫ്റ്റിംഗ് ആൻഡ് ബിൽഡിങ്, അത് പക്ഷേ സൗണ്ട് റെക്കോർഡായില്ല. അപ്പോൾ നമ്മളത് ഞങ്ങൾ വെച്ച ചാലഞ്ച് എന്താണെന്ന് വെച്ചാൽ 6:30 വീടാൻ നല്ലത്. ഈ വീഡിയോയുടെ അവസാനം അത് ഞാൻ കാണിക്കുന്നതായിരിക്കും ഗൈസ്. ഈ വീഡിയോ എല്ലാം വെയിറ്റ് ചെയ്ത് കാണുക. അപ്പോൾ വീഡിയോ ചാനൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ഗൈസ്. നിങ്ങൾ സബ്ബൊന്നും ചെയ്യാത്തതുകൊണ്ട് ഇത്ര ലോഡ് ഞാൻ പേരൊക്കെ പോകുന്നു. എല്ലാവരും സബ് ചെയ്യുക ഗൈസ്. നമ്മൾ വേൾഡ് ലോഗിനായി ഗൈസ്. എന്തോ ഒരു പരസ്യമുണ്ട് പോട്ടെ. നമ്മളെന്തോ നമ്മൾ ഇവിടെ കണ്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ഒരു ബുക്ക് അവിടെ കണ്ട് തുറന്ന് വെച്ചിട്ട് പോയി. അടാ എന്താ വന്മാർ ചതിച്ച്. നമുക്ക് നമ്മുടെ ജോലി തുടങ്ങാം ഗൈസ്. നമുക്ക് നേരെ മരം മുറിക്കണം ഗൈസ്. നമുക്ക് കുറേ മരം വേണം ഗൈസ്. ആദ്യം നമുക്ക് ഇതുകൊണ്ട് പ്ലാങ്ക് ഉണ്ടാക്കി ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയിട്ട് വേണം നമുക്ക് ആക്സ് ഉണ്ടാക്കണം. ഇതെല്ലാം ചെയ്യുക ഒരു 5 എണ്ണമെങ്കിലും വേണം നമുക്ക് നേരെ ഒരു 5 എണ്ണം പൊട്ടിക്കാം ഗൈസ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പൊട്ടിക്കാം ഗൈസ്. ഇപ്പം നമുക്ക് നേരെ 5 എണ്ണം പൊട്ടിക്കാം ഗൈസ്. ഞാൻ ക്യാമറ ഇങ്ങനെ താഴോട്ട് കൊണ്ടുപോയിട്ട് അവിടെ തന്നെ ഇരിക്കട്ടെ. ചിലപ്പോഴൊക്കെ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ക്യാമറ വെക്കാത്ത എന്താണെന്ന് വെച്ചാൽ, ക്യാമറ വെക്കുമ്പോൾ ഈ ഫ്രീ ഫയറിൻ്റെയൊക്കെ കൺട്രോൾ ബട്ടൺ ഇച്ചിരി പൊങ്ങിയായിരിക്കുന്നത്. അപ്പം നമ്മുടെ ഇതാണ് ഇങ്ങനെ വെച്ചാൽ ക്യാമറയുടെ സൈഡിലോട്ട് വരും. അതുകൊണ്ടാണ് ഗൈസ് ഞാൻ അങ്ങനെ ചെയ്യാത്തത്. നമുക്ക് പ്ലാങ്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് പ്ലാങ്ക് വെച്ച് എന്തോ ചെയ്യണം, ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കണം ഗൈസ്. ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കി കുറച്ച് സ്റ്റിക്ക് ഉണ്ടാക്കി ഗൈസ്.
അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ ആയുധങ്ങൾ ഉണ്ടാക്കണം. ഇതൊക്കെ എവിടെ കിടക്കുന്നതെന്ന് ഞാൻ മറന്നുപോയല്ലോ ഗൈസ്. അല്ല, ഞാൻ പൊട്ടനെ ഇതും എന്തിനും ഉണ്ടാക്കി. നമ്മൾ ടൂൾസിൻ്റെ അവിടെ നിന്നിട്ടുണ്ട് ഗൈസ്. നമുക്കിനി ബാക്കി മരം പെട്ടെന്ന് മുറിച്ചിട്ട് വരാം ഗൈസ്. ഇനി നമുക്ക് കുറേ മരം വേണം ഗൈസ്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു വലിയ വീടാണ് ഗൈസ്. നമുക്ക് ഈ മരം മുറിച്ച് കളയണം ഗൈസ്. അല്ലേ ഗൈസ്, നമുക്കൊരു ട്രീ ഹൗസ് ഉണ്ടാക്കാം ഗൈസ്. വേണ്ട ഗൈസ്, വീണ്ടും പരസ്യം. അപ്പോൾ ഈ പരസ്യമായിരുന്നു, ഞങ്ങൾ സ്കിപ്പ് അടിച്ചിട്ട് ഗൈസ്. ഓക്കെ ഗൈസ്, ഇനി ഇത് മുറിക്കാം. ഇത് മുറിച്ചിട്ട് എനിക്കൊരു ഐഡിയ, ട്രീ ഹൗസ് ഉണ്ടാക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് ട്രീ ഹൗസ് ഉണ്ടാക്കാം. നമുക്കിത് ഫുൾ അടിച്ച പ്ലാങ്കും കൊണ്ട് ട്രീ ഹൗസ് ഉണ്ടാക്കാം ഗൈസ്. നമുക്ക് ഡേർട്ടും വേണം ഗൈസ്, കാരണം ട്രീയുടെ ഉണ്ടെങ്കിൽ വലിഞ്ഞു കയറുന്നുണ്ട്. അപ്പോൾ ഈ ഉണ്ടാക്കാൻ പോകുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നേരെ സബ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റിൽ അല്ലെങ്കിൽ ചിലപ്പോൾ നാളെ ആയിരിക്കും ഗൈസ് അത് റെക്കോർഡ് ചെയ്ത് വെച്ചത് ഞാൻ കാണിക്കുന്നതായിരിക്കും. ഗൈസ്, നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഇപ്പോൾ ഭയങ്കര കുറവാണ്. എല്ലാവരും സബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാം ചെയ്യുക. ഗൈസ്, നമുക്ക് ഈ മരം മുറിച്ചിട്ട് വേറെ ഏതെങ്കിലും മുറിച്ച്, പക്ഷേ നമുക്ക് ഇച്ചിരി കൂടെ മുറിക്കാം. പിന്നെ നമുക്ക് ഇച്ചിരി ഡയറക്റ്റ് കളക്ട് ചെയ്യാം ഗൈസ്. ആക്സ് എടുത്ത് ഡയറക്റ്റ് കളക്ട് ചെയ്യണം. അപ്പോൾ ഗൈസ് നമ്മുടെ ആക്സ് പൊട്ടാറായി ഗൈസ്. നമുക്കിതൊക്കെ പെട്ടെന്ന് എടുക്കണം ഗൈസ്. ഇവിടെ ഇത് യൂസ് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് മരത്തിനോട് കയറാൻ ഇത് തന്നെ വേണം ഗൈസ്. ഇവിടെ ഇത്രയും മതി ഗൈസ്. ഏത് മരമായിരുന്നു അതുകൊണ്ട് ഇവിടെ മരമുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എന്തോ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഈ മരം ഇനിയും ബാക്കി മണ്ടക്കോട്ടുണ്ട്, പക്ഷെ ഇത് യൂസ് ചെയ്യാൻ കൊള്ളത്തില്ല. ഇത് കഴിഞ്ഞ് നമുക്ക് ലാഡർ ഇവിടെ ബിൽഡ് ചെയ്യണം ഗൈസ്. ഇനി ഇതേ ട്രീ ഹൗസ് ഉണ്ടാക്കാം ഗൈസ്. ഗൈസ്, നമ്മൾ മുറിച്ച് വെച്ച മരം എന്ത് അവിടെ അത് കാണാനില്ല, ആദ്യം മുറിച്ച് വെച്ചേക്കും. ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ ഇന്ന് പൊക്കിപ്പോയാൽ മതി. ഡയറക്റ്റ് വേസ്റ്റ് ചെയ്യാൻ. ഓക്കെ, നമ്മൾ നല്ലൊരു മൊബൈലിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ടാന്ന് തോന്നുന്നു ഗൈസ്. നമുക്കിനി നിങ്ങൾ നല്ലോണം സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അതിനനുസരിച്ച് നമ്മൾ ഗെയിമിങ് ഉപകരണങ്ങളും വാങ്ങിക്കുക. നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ എനിക്കൊരു കോൺഫിഡൻസ് ഉള്ള ഗെയിമിങ്ങിൻ്റെ ഇതൊക്കെ വാങ്ങിക്കാൻ. പ്ലീസ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ ആദ്യം താഴെ ചെന്ന് ഇനി പറക്കണം. കണ്ടോ യൂസ് ചെയ്താൽ ഞാൻ പറഞ്ഞ ക്യാമറ ഇങ്ങനെ മറഞ്ഞു. അപ്പോൾ നിങ്ങൾ പറഞ്ഞു ഞാൻ അടിച്ചടിച്ചോട്ട് ക്യാമറ വെക്കണോ വേണ്ടതെന്ന്.
ലാപ്ടോപ്പ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ തമ്പ്നെയിലൊക്കെ നന്നായി കസ്റ്റം എഡിറ്റ് ചെയ്തതാണ്. ഇതൊക്കത്തില്ല ഗൈസ്. ഇപ്പം പുതിയ സബ്സ്ക്രൈബേഴ്സൊന്നും എൻ്റെ മുഖം കണ്ടിട്ടില്ല. എനിക്കെത്ര വയസ്സായെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഗൈസ്, എനിക്ക് 10 വയസ്സ്, 11 പോവുകയാണ് ഗൈസ്. ഈ മാസം, അടുത്ത മാസം എൻ്റെ ബർത്ത്ഡേ ആണ്, 21-ാം തീയതി. ഗൈസ് നമ്മുടെ സാധനം പൊട്ടിപ്പോയി ഗൈസ്. ഞാൻ 6-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എല്ലാം താഴെയാണ് പോകുന്നത്, അത് വേറെ കാര്യം. തൽക്കാലം നമുക്ക് കൈയും വെച്ച് പൊട്ടിക്കാം. എനിക്ക് അതേ സമയം ഗെയിമിനകത്ത് ശ്രദ്ധിക്കാൻ വേണം, ക്യാമറയിലോട്ട് മുഖം ഫോക്കസ് ചെയ്യുന്നു. ഇനി ഞാൻ ക്യാമറ മുഖം ഫോക്കസ് ചെയ്യുന്നില്ല. ഈ പരസ്യത്തിനെ കൊണ്ട് കുറേ നേരമായി. ഒരു പരസ്യം തന്നെയാണ് ഗൈസ്. ഇത് ഇനി സമയമെടുത്ത് എഡിറ്റ് ചെയ്യാമെന്ന് എനിക്ക് നേരമില്ല ഗൈസ്. അല്ല, ഒരെണ്ണോ ഒന്നുമില്ലേ ഇവിടെ? ഒന്നുമില്ലേ? നമ്മൾ ഇത്രയും വെട്ടി താഴെ പോയത് പൈസ ഇവിടെ ഒന്നും കാണുന്നില്ല. ഇങ്ങോട്ട് ഇതൊക്കെ വന്ന് മാനുഷായി പോയോ? അല്ല, അപ്പം ആദ്യം നമ്മുടെ ഈ കിട്ടിയതെന്നാണ് നമ്മുടെ പ്രതീക്ഷ. നമ്മൾ തീർന്നു. ഗൈസ് നമുക്ക് ഒരു ഷവൽ വേണം ഗൈസ്. ഷവലോ? ഞാൻ അടുത്ത തെറ്റിപ്പോയി ഗൈസ്. ഷവൽ വേണം ഗൈസ്. പിന്നെ നമുക്ക് കോടാലിയും വേണം ഗൈസ്. പിന്നെ ഈ നമ്മുടെ മരം ഫുള്ള് നമ്മൾ പ്ലാങ്ക് ആക്കാൻ പോകും ഗൈസ്. ഇതിപ്പോൾ പ്ലാങ്ക് ആക്കുന്നത് എങ്ങനെയുണ്ട്? ഗൈസ് നമ്മളെല്ലാം എടുത്ത് പ്ലാങ്ക് ആക്കുകയാണ് ഗൈസ്. നമ്മുടെ 2-3 സ്റ്റാക്ക് വരുമെന്ന് തോന്നുന്നു. 2 സ്റ്റാക്കേ വരത്തുള്ളൂ ഗൈസ്. 2 അല്ല ഗൈസ്, 3 സ്റ്റാക്ക് വരും. 4 സ്റ്റാക്ക് വരൂ. അങ്ങനെയാണ് ഗൈസ് നമുക്ക് വലിയ ഒരെണ്ണം ഉണ്ടാക്കണം ഗൈസ്. ഗൈസ് കുറവെന്നൊന്നും പറയാക്കത്തില്ല. രാത്രിയായി ഗൈസ്. നമ്മളിനി എന്ത് ഈ വന്യമൃഗം ഇറങ്ങുന്നത് നമ്മുടെ പണിക്ക് പറ്റാത്തതൊന്നും നമ്മൾ ചെയ്യാൻ പോകുന്നില്ല ഗൈസ്. നമ്മൾ ഡേയിലോട്ട് കൺവേർട്ട് ചെയ്തു. ഓക്കെ ഗൈസ്, നമ്മൾ ഈ മരത്തിൽ നിന്നുള്ള പ്ലാൻ അങ്ങോട്ട് വിട്ടു ഗൈസ്. ആരോ വരുന്നൊരു സൗണ്ടില്ലേ? ആരോ വരുന്ന സൗണ്ടല്ലേ നിങ്ങളത് കേട്ടത്? തൽക്കാലത്തേന് ആരും വരുന്നില്ല. വെയിലടിച്ച് ചേർത്ത് പോവുകയെല്ലാം. ഗൈസ് നമുക്കിത് വെട്ടിക്കൊണ്ട് പോവാം ഗൈസ്. നമ്മുടെ പ്ലാൻ മാറ്റി നമ്മൾ ഇനി ആ മരത്തേലോട്ട് ലക്ഷ്യമാക്കി പോവുകയാണ് ഗൈസ്. നമ്മൾ മഡ് വെച്ച് കയറാനാണ് പരിപാടി. പക്ഷെ മഡൊന്നും ഇല്ലല്ലോ. മഡ് മീൻസ് മറ്റേ ഈ സാധനത്തിൻ്റെ പേര് ഡേർട്ട്. മഡ് മീൻസ് ഡേർട്ട്. എന്താ ഇതിൻ്റെ കൺട്രോൾ ശരിക്കും കിട്ടുന്നില്ല ഗൈസ്. നമ്മൾ ഈ ഭാഗം ഫുള്ള് കുഴിച്ചെടുക്കുകയാണ് ഗൈസ്. ഞങ്ങൾക്കൊരു 64 സ്റ്റാക്കെങ്കിലും കിട്ടിയിട്ടേ പോകത്തുള്ളൂ. നമുക്ക് കയറി എടുക്കാം ഗൈസ്. അത്രേ ഉള്ളൂ. നമ്മൾ കുറേ കുഴിച്ചിരുന്നു. സ്ട്രീയുടെ മണ്ടയ്ക്ക് ഇതെടുത്തപ്പോഴത്തേനും ഒന്നുമില്ല. ഇവിടെ വന്ന് മഡ് എടുത്തപ്പോൾ ഒന്നുമില്ല.
ഒന്നുമില്ലെന്നല്ല 28 ഉണ്ട്. ഇതും വെച്ച് നമുക്ക് കയറാമെന്നാണ് എൻ്റെ പ്രതീക്ഷ. പ്ലീസ് നമുക്ക് നേരെ അതിനെ മടക്കോട്ട് വിടാം ഗൈസ്. ഈ മൈൻക്രാഫ്റ്റിന് ഞാൻ തോന്നി ക്രാഫ്റ്റിംഗ് ആൻഡ് ബിൽഡിങ് ആരോ വരുന്ന ശബ്ദമല്ലേ അത്? വന്നാൽ എന്നെ ഒരു ചുക്കും ചെയ്യൊക്കതില്ല. ചുക്കെന്ന് പറഞ്ഞപ്പോൾ പണി പാളിയാന്. നമ്മളേറ്റവും മണ്ടയ്ക്ക് ഇതും വെച്ച് പോകാൻ പറ്റുന്ന മാക്സിമം ആയിട്ടിച്ചെല്ലാം കഴിച്ചു. മഡുണ്ട്. അപ്പോൾ പരസ്യം വന്നെയാണ് ഗൈസ്. ഓക്കെ നമുക്കിനി മുകളിലോട്ട് ഓക്കെ ഗൈസ്. നമുക്ക് ഇവിടുന്ന് തുടങ്ങണ്ട ഗൈസ്, ഇച്ചിരി താഴേന്ന് തുടങ്ങണം. നമുക്ക് ഇവിടുന്ന് പണി തുടങ്ങാം ഗൈസ്. ഇത് വർക്കാവുന്നില്ല ഗൈസ്. ശുഭം ഇത്രയും വെച്ച് കയറിപ്പോയിട്ട് അവിടുന്ന് താഴെ ഒറ്റ വീഴും. ഗൈസ് നമുക്ക് വീണ്ടും വെച്ച് കയറിപ്പോകാം ഗൈസ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സാധനങ്ങളൊക്കെ വെച്ച് പോകാം. നമ്മൾ കുറേ നേരമല്ലോ താഴെയാണ് കളിക്കുക. അപ്പോൾ നമുക്ക് ചെറിയൊരു പണി വേണം ഗൈസ്. സർവൈവൽ എന്നാണ് പറഞ്ഞത്. നമ്മളിപ്പോൾ ട്രീ ഹൗസിലോട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് പെലേറ്റർ ആയതായാലും സർവൈവൽ ഇപ്പോൾ ഉടനെ കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് ക്രിയേറ്റീവ് പോകേണ്ട അത്യാവശ്യമുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോയുടെ ആദ്യം എങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് പറയണ്ട. ഇത് കഴിഞ്ഞിട്ട് വീടുണ്ടാക്കുന്നതെന്നല്ലേ പറഞ്ഞുള്ളൂ. മരത്തിൻ്റെ ഇടയ്ക്ക് കയറുന്നത് ഞാൻ നോർമലായിട്ട് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പൊട്ടൻ എനിക്കിതുവഴി വലിഞ്ഞു കയറിയ പോരായിരുന്നു. നമുക്ക് നമ്മളുണ്ടാക്കാൻ പോകുന്നത് ഇച്ചിരി കൂടെ കവറേജ് വരുന്നതാണ്. ഇവിടം വരെയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ഇച്ചിരി ചെറുതാണ് ഉണ്ടാക്കുന്നത്. മണ്ടയ്ക്കോട്ടൊക്കെ പണിയുണ്ടേ. ചെറുതായിട്ട് പണി പാടുന്നുണ്ട്. തടസ്സമായിട്ട് വരുന്നതിനായിട്ട് നമ്മൾ മുറിച്ചളയാണ്. ഓക്കെ ഇങ്ങനെയാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത്. നമ്മൾ ഇതുവഴി ഒന്ന് റൗണ്ട് ചെയ്തെടുക്കണം ഗൈസ്. ഇവിടെ നമുക്കൊരു ബാൽക്കണി സെറ്റപ്പാണ് ഗൈസ്. ഞാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ്.
നമുക്കുള്ള ഒരു ബാൽക്കണി സെറ്റപ്പാണ് ഗൈസ്. ഇത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വെക്കണം ഗൈസ്. അവിടം വരെ ഇങ്ങോട്ടും ബാൽക്കണി. നമ്മൾ ഇച്ചിരിയൊക്കെ പണിഞ്ഞ് അറിയാറായി ഗൈസ്. പരസ്യത്തിനെ കൊണ്ട് നമ്മൾ തോറ്റ് കഴിഞ്ഞു. അപ്പോൾ ഈ പരസ്യം കഴിഞ്ഞു. നമുക്ക് നേരെ ഇത് പെട്ടെന്ന് അങ്ങോട്ട് വെക്കാം ഗൈസ്. ശല്യമാണല്ലോ ഗൈസ്. ഓക്കെ, നമ്മൾ പ്ലാങ്ക് വെച്ചു. നമ്മളിത് ഫുൾ കവർ ചെയ്യാൻ പോവുകയാണ് ഗൈസ്. ഇനി ഞാൻ സർവൈവലിലോട്ടായിട്ടുണ്ട് ഗൈസ്. സർവൈവലിലായിട്ടില്ല, നമ്മൾ വീട് ഉണ്ടാക്കാൻ പോവുകയാണ് ഗൈസ്. ഇത് ഫുള്ള് കവർ ചെയ്തിട്ട് വേണം നമുക്ക് ഇത് ഫുള്ള് ഇനിയും മണ്ടക്കോട്ട് നമുക്ക് കവർ ചെയ്യാൻ പോവുകയാണ് ഗൈസ്. നമുക്ക് നേരെ കവർ ചെയ്യാം ഗൈസ്. ഇവിടെ നമ്മൾ ഡോർ വെക്കാനാണ് ഗൈസ്. രാത്രി ക്രീപ്പറൊക്കെ ഉണ്ട് ഗൈസ്. ഇത് ശല്യമാണ്. പിന്നെ വീടിനാവശ്യമുള്ള ഒരു സാധനവും ഇത് ട്രീ ഹൗസാണ്. വെട്ടം തെളിക്കാൻ സാധനങ്ങൾ നമ്മൾ ക്രിയേറ്റീവ് നിന്ന് എടുക്കണം. അല്ലാതെ ഇപ്പോൾ കോള് കിട്ടാൻ ഒരു സാധ്യതയില്ല. ബാമ്പ് എന്ത് ട്രീ ഹൗസിൻ്റെ ഒരു ഇതാണ്, ബേസാണ്. ബേസല്ല, ബേസ്മെൻറ്റ്സ് എടുത്തിട്ട് നമ്മൾ റെഡിയാക്കി കഴിഞ്ഞു. നമ്മൾ അതിൻ്റെ മുകളിലോട്ട് 1 2 3 എണ്ണം പണിയാൻ പോവാണ് ഗൈസ്. നമുക്ക് എല്ലാ കാര്യവും സ്പീഡ് അങ്ങോട്ട് ചെയ്യാം ഗൈസ്. അല്ലെങ്കിൽ പണി ഇപ്പോഴൊന്നും നടക്കത്തില്ല, കഴിയത്തില്ല ഗൈസ്. ഇങ്ങോട്ട് വരും, അത് വേറെ കാര്യം. നമ്മളതെല്ലാം ക്രിയേറ്റ് ചെയ്ത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യണം ഗൈസ്. താരം ഫുള്ള് ചെലന്തി എണ്ണന്മാരും ക്രീപ്പർ എണ്ണന്മാരൊക്കെ എന്താ മോനൂസ വീട് പണിയാൻ ഇത്ര സമയവും എന്നുള്ള ലാഘവത്തിൽ ഇരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വീട് പണിയണം.
അപ്പോൾ ഇത് ഫസ്റ്റ് പാർട്ടാണ് ഗൈസ്. ഇതിന് പാർട്ട് വൈസ് ഇല്ല ഗൈസ്. ഇനി നമ്മളൊരു സർവൈവൽ വേൾഡ് ഉള്ളി ചെയ്യുന്നതായിരിക്കും ഗൈസ്. മറ്റൊരു ക്രിയേറ്റീവ് വേൾഡ് ഉള്ളി നമ്മൾ വെച്ചിട്ടുണ്ട്. ഈ പരസ്യത്തിനെ കൊണ്ട് തോറ്റ് ഗൈസ്. ഇടയ്ക്കിടയ്ക്ക് വരികയാണ് ഗൈസ്. നമ്മൾ കാര്യം പണി പാളി. ഞാനിതൊന്നും തൊഴിലേറെ വെച്ച് കളിക്കുന്നു. പൈസ ഇനി നമുക്ക് ഇവിടെയും കൂടെ ചെയ്യട്ടെ ഗൈസ്. ഏറെക്കുറെ കഴിയാറായെന്ന് തോന്നുന്നു. ഏറെക്കുറെ കഴിയാറായെന്നില്ല, കഴിയാറായി ഗൈസ്. ഇവിടെ ഒരു ഇല്ല, ഞാൻ ഇവിടെ ഒരു ജനലിനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടില്ല. ഇവിടെ ഒരു ജനലിരിക്കട്ടെ. അങ്ങോട്ടും ഇങ്ങോട്ടും 2 ജനൽ. ബാക്കിൽ ഒരെണ്ണം വേണം ഗൈസ്. ഇതാണ് ഗൈസ്. എക്സ്ട്രാ ഒരെണ്ണം അവിടെ വന്നിട്ടുണ്ട് ഗൈസ്. നമുക്കിനി മണ്ട കവർ ചെയ്യാം. അപ്പോൾ നമ്മൾ മണ്ട കവർ ചെയ്തിട്ട് നമ്മൾ ചെയ്യുകയാണ്. നമ്മൾ ഒരു ബാർ വിട്ട് ഒരു ബാർ എടുത്തിട്ടാണ് വേസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഇത് പെട്ടെന്ന് തീരത്തില്ല. ഗൈസ് ബാക്കിയുള്ളത് നമ്മൾ പെട്ടെന്ന് ചെയ്യുകയാണ് ഗൈസ്. ഇവിടെ നമ്മൾ അടച്ചിട്ടില്ല ഗൈസ്. ഇവിടെ നമുക്ക് പെട്ടെന്ന് ഇന്നും ഗൈസ് ലൈറ്റൊക്കെ നമുക്കിടണം. നമ്മൾ ക്രിയേറ്റീവ് വേൾഡ് ഒരെണ്ണം ഉണ്ട് ഗൈസ്. അത് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാറില്ല ആ വേൾഡ്. ഇപ്പോൾ ഇനിയും തൊട്ട് നമ്മൾ അതിലെ അടുത്ത സൺഡേയിലോ അതിൻ്റെ അടുത്ത സൺഡേയിലോ എല്ലാം എൻറ്റെയിൻ ചെയ്യുന്നതായിരിക്കും ഗൈസ്. നമ്മളിങ്ങനെ സൺഡേസിലെല്ലാം കണ്ടൻറ്റഡ് വീഡിയോസ്, അല്ലാത്ത ദിവസമെല്ലാം ചുമ്മാ ഷോർട്സൊക്കെ ആയിരിക്കും ഗൈസ് ഇടുന്നത്. ഇപ്പോൾ നമ്മൾ സാധനങ്ങൾ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇനിയും ലൈറ്റ് ഇടണം ഗൈസ്. നമ്മൾ ഈ ടൈപ്പ് ലൈറ്റാണ് ഗൈസ് എടുക്കുന്നത്. ഞാൻ വേറൊരു കാര്യം ചെയ്യാൻ മറന്നു ഗൈസ്. ഇപ്പോഴാണ് ഞാൻ ഇത് ഓർത്തത് ക്രിയേറ്റീവ് വേൾഡാണ്. അൺലിമിറ്റഡ് ഇതുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് ഓർത്തത്. നമുക്ക് പെട്ടെന്ന് ഇങ്ങോട്ടുണ്ട്. ഈ സൈഡ് ഫുള്ളിട്ട് നമ്മൾ വിടവിട്ട് ലൈറ്റ് എടുക്കാനാണ് നമ്മുടെ പ്ലാൻ.
ഗൈസ് ഇവിടെ നമ്മളൊരു ബാൽക്കണിയും ഉണ്ട് ഗൈസ്. നമുക്ക് ചെറുതായിട്ടൊരു സ്ഥലം തെറ്റിപ്പോയി ഗൈസ്. ഈ പരസ്യമൊക്കെ കണ്ടിട്ട് പോയി ഗൈസ്. ഈ വീഡിയോ എപ്പോഴേ ആൾക്കാരെല്ലാം എടുക്കുക സ്കിപ്പ് ചെയ്ത് പോയി കാണും ഗൈസ്. ഇത് ഇച്ചിരി ലെങ്തി വീഡിയോ ആണ് ഗൈസ്. ഇത് ഞാൻ ഫുൾ വീഡിയോ ഇരുന്ന് കാണുന്നവർ ഇത് ബാക്കിയോടെ കണ്ടിട്ട് പോവുക ഗൈസ്. നമ്മുടെ വീടിൻ്റെ ഫസ്റ്റ് ഇത് നമ്മുടെ ചെറിയൊരു ഏരിയ വേണ്ടേ കുക്കിംഗ് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞൊരു സംഭവം. നമ്മൾ ഇങ്ങോട്ട് ഇതിൻ്റെ ഇടയിലാണ് നമ്മൾ അത് വെക്കുന്നത്. രണ്ടും നമ്മളിങ്ങനെ വെക്കുന്നുണ്ട് ഗൈസ്. നമുക്ക് ഇതിനകത്തൊക്കെ ലൈറ്റ് അടി വെക്കണം ഗൈസ്. നമ്മൾ സൈഡ് ബൈ സൈഡ് മൂന്ന് വെച്ചാണ് ഇടുന്നത്. ഇനി നമുക്ക് മറ്റേ ബ്ലോക്ക് വെച്ച് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷെ പെട്ടെന്ന് ഇത് വെച്ച് അങ്ങ് ചെയ്യുകയാണ് ഗൈസ്. അല്ലെങ്കിൽ നമ്മുടെ മറ്റേ കമ്പിയുടെ കൂട്ടത്തിൽ മറ്റേതെടുക്കണം. നമ്മൾ ഒരു സിമ്പിൾ വേക്ക് ഇതിങ്ങ് ഇടുകയാണ്. നമ്മളിങ്ങനെ വിടവിട്ട് കൊടുക്കാം. എല്ലാത്തിനും ലൈറ്റ് ഇട്ട് കൊടുക്കുക. നിങ്ങൾ ഈ വീട് ഇതുപോലത്തെ വീട് ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെയ്ത് നോക്കുക. ഈ അളിഞ്ഞ വീട് ആർക്ക് ചെയ്യണമെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. അളിഞ്ഞ വീടാണ്, അതെനിക്ക് വരെ അറിയാം. ആരെയും ഞാൻ ചെയ്യാൻ നിർബന്ധിക്കുന്നൊന്നുമില്ല. നിങ്ങളിത് കണ്ടിട്ട് ഈ ഔട്ട്ലുക്ക് നോക്കിയിട്ട് ചെയ്യുന്നെങ്കിൽ ചെയ്യുക ഗൈസ്. നമുക്ക് ദർവാസയൊക്കെ ഫിറ്റ് ചെയ്യാം ഗൈസ്. പറഞ്ഞപ്പോൾ ഓർത്ത ഗൈസ്, നമുക്ക് ബെഡ് വേണ്ടേ ഗൈസ്. ഇത് നമ്മുടെ ബെഡ്റൂം ഗൈസ്. ആരാ നീ ആരാ? ഇതാണ് ഗൈസ് നമ്മുടെ ബെഡ്റൂം. നമ്മുടെ ബെഡ്റൂം എല്ലാം റെഡിയായി ഗൈസ്. നമുക്ക് വിൻഡോ ഒക്കെ വെക്കണം ഗൈസ്. നമ്മൾ ഇവിടെ ചെറിയൊരു സംഭവം ഉണ്ടാക്കാനുള്ള സാധനം എടുക്കുകയാണ് ഗൈസ്. നമ്മൾ തീക്കുള്ള ഇവിടെ ആയിരുന്നു വെച്ചാൽ ഇവിടെ നമ്മളിങ്ങോട്ട് അടയ്ക്കൂ, ഇങ്ങോട്ട് അടയ്ക്കൂ.
പൈസ നമ്മൾ സെറ്റ് ചെയ്യാണ് ഗൈസ്. പൈസ നമുക്ക് അങ്ങോട്ട് അടഞ്ഞു വരണം ഗൈസ്. പരസ്യം പൈസ തൊട്ട് പരസ്യം വന്നതാണ് ഗൈസ്. യെസ്, നമുക്കിത് സെറ്റ് ചെയ്യാം ഗൈസ്. ഞാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ നോക്കുന്നു ഗൈസ്. ഓക്കെ ഗൈസ്, പായിട്ടുണ്ട് ഗൈസ്. ഇതാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അത് റെഡിയായി ഗൈസ്. എനിക്ക് മറ്റേ മുമ്പ് ഇട്ടിരുന്ന പോലത്തെ ഒരെണ്ണം വെക്കുന്നുണ്ട്. നമ്മൾ ഒരു സാധനം ഉണ്ടാക്കുകയാണ്. നമ്മൾ ഇവിടെ ഇത് വെച്ചെല്ലാം മറിഞ്ഞു വീഴും ഗൈസ്. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് ജനൽ വെക്കണം. അല്ല, ജനലല്ല ഗൈസ്, കതവേ നമ്മുടെ കതവ് വെക്കണം ഗൈസ്. ആ കേൾക്കുന്ന സൗണ്ട് ആ വീട്ടിലെ പ്ലാങ്ക് കത്തിയില്ലേ ഗൈസ്? ആണോ? അല്ല, ഭാഗ്യം. ഈ പ്ലാങ്ക് വെച്ചുണ്ടാക്കുമ്പോൾ ഞാൻ മറന്നു പോകും. ഈ ബോക്സ് ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പോൾ സെറ്റായി ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് ഇതുകൂടെ വെക്കണം ഗൈസ്. നമ്മൾ വെക്കാനുള്ള രീതി ശരിയായിട്ടുണ്ട് ഗൈസ്. ഇതാണ് നമ്മുടെ വീട്. ഇത്രയാണ് ഗൈസ് ഞാൻ ഉണ്ടാക്കാൻ പ്രതീക്ഷിച്ചത്. ഇനി നമുക്ക് ലൈറ്റൊക്കെ വെക്കണം ഗൈസ്. അത് കഴിഞ്ഞ് ലൈറ്റാക്കി നല്ല സൂപ്പറായിരിക്കും ഗൈസ് കാണാൻ. ഇത് കഴിഞ്ഞ് ഈ വീട് കഴിഞ്ഞ് നൈറ്റ് ഞാൻ വന്ന് കാണിക്കുന്നതായിരിക്കും ഗൈസ്. നമ്മൾ ഇവിടെയും കൂടി ഇത് വെക്കട്ടെ ഗൈസ്. ഞാൻ ചെന്ന് നൈറ്റ് ആക്കിയിട്ട് ഈ വീഡിയോ ഇപ്പം കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ ചെന്ന് വീട് കാണാം ഗൈസ്. ഇവിടെ നിന്ന് ഗൈസ് നമുക്ക് ചെറിയൊരു ഇത് കാണാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അടുത്ത് ചെല്ലുമ്പോൾ ലൈറ്റ്. അപ്പോൾ ഫ്രണ്ട് ഇച്ചിരി ലുക്ക് കുറവാണ്, വീടിന് ഇച്ചിരി ലുക്ക് കുറവാണേലും ഒരു ട്രീ ഹൗസ് അത്രയും ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. നമുക്ക് നേരെ അകത്ത് കയറാം.
നമുക്ക് നേരെ അകത്ത് കയറാം. ഫുഡ് കുക്ക് ചെയ്ത് നമ്മൾ ഫുഡ് കുക്ക് ചെയ്ത് ഗൈസ്. ഓക്കെ, അപ്പോൾ ഫുഡ് കഴിച്ചു. നമ്മൾ ഫുഡ് കഴിച്ചു. നമ്മൾ നേരെ കിടന്നുറങ്ങാൻ പോകുന്നു. നമ്മൾ ഉറങ്ങി. പുതിയൊരു വീഡിയോയിലേക്ക് നമ്മൾ രാവിലെ അടുത്ത വീഡിയോ പിന്നെ ആയിരിക്കും വരുന്നത്. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യുക റിയൽ ഗെയിമിംഗ് സൈനിങ് ഔട്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അപ്പോൾ റിയൽ ഗെയിമിംഗ് സൈനിങ് ഔട്ട്.